എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ല എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടക്കത്തിൽ തന്നെ ആനേനെയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് നമ്മുടെ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. അതായത് പൊക്കുളങ്ങര പൂരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ അമ്മ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഉച്ചക്കാലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ തക്കുടൂൻ്റെ വീട്ടിൽ നിന്നാണ്. പൂരത്തിൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു കുഞ്ഞു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ അതൊന്ന് കയറി കാണണം കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുന്നിൽ കുറേ ആനവണ്ടികളും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. പായുമ്പോൾ മുല്ലപ്പൂ പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയുടെ അടുത്ത് നിങ്ങൾ നേരത്തെ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് എൻ്റെ മേമയുടെ അനിയത്തിയാണ്. അതായത് തക്കുടൂൻ്റെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. അമ്മ ഇപ്പോൾ പുറത്ത് വന്നിരുന്ന കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മേമ ചോറും കൊണ്ടുവന്നത്. അപ്പം അമ്മ പുറത്ത് തന്നെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഞാനും അമ്മൂട്ടിയും കൂടി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് കടയുണ്ട് കേട്ടോ. ഇപ്പം അച്ഛൻ മരിച്ചതിന് ശേഷം അതങ്ങനെ പൂട്ടിക്കിടക്കുകയൊക്കെയാണ്. വാടകക്കാരിടയ്ക്ക് വരും പോവും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ പൂരത്തിന് കരിമ്പും ജ്യൂസ് വിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് അത് വാടകയ്ക്ക് ഒരു ദിവസത്തിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കരിമ്പും ജ്യൂസ് നമുക്ക് അങ്ങനെ കിട്ടിയ കാരണം തന്നെ ഉച്ചക്കേലേക്കുള്ള ഫുഡ് നമുക്ക് പിന്നെ തക്കുടൂൻ്റെ അടുത്തൊന്നും കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കേട്ടോ വാസ്തവം. പാലടി ഉണ്ടായിരുന്നു, അത് കുറേ കുടിച്ചു. പായു കുറേ മോരും എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വന്നല്ലേ, നേരത്തോടെ ഒന്നും വേണ്ട, ഞാനിപ്പോൾ തന്നെ വന്നോളാം. കഴിയുമ്പോൾ പാലട അടിച്ച് കയറ്റണം കേട്ടോ. ഞാൻ ഉപ്പേരിയും തിന്നാം. ഞാനൊരു ഗ്ലാസ് കുടിച്ചിട്ടുള്ളൂ. അതിനിടയ്ക്ക് എന്താ കുടിച്ചു? മോര് കുടിച്ചു, ആ പാലട കുടിച്ചു. ആൻറ്റിയുടെ പച്ചക്കറി കൃഷി. അയ്യോ, ആൻറ്റിയുടെ മല്ലിയുണ്ട്, നമുക്ക് ഈ മല്ലി മോഷ്ടിക്കണം. ആൻറ്റിയുടെ ഇത് തക്കാളി ഇത് ആൻറ്റിയുടെ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി ഉണ്ട് ആൻറ്റിയുടെ. ആൻറ്റി കുറേ പപ്പക്കായ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ഉണ്ട് ആൻറ്റിയുടെ പച്ചക്കറി കൃഷി. ചെറുതൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ മുളകും ഉണ്ട്, പപ്പക്കായ ഉണ്ട്, മല്ലിയുണ്ട് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ വെലക്കേർ ഹോസ്പിറ്റൽ. ഇതാണ് നമ്മുടെ വീട്. ഇതാണ് നമ്മുടെ പായു. അഴക്കിയാണത്, ആൻറ്റിയുടെ അഴക്കിയാണത്. ആ ഇത് ആൻറ്റിയുടെ അഴക്കിനിട്ടത് ഊഞ്ഞാലാടുന്ന അഴക്കിയ. ആരീരോ അല്ല, അതുകൊണ്ട് ആൻറ്റിയുടെ ഉണ്ണി മാത്രമല്ലേ ഉള്ളൂ, അതിപ്പോൾ അത്ര ഉണ്ടാവുള്ളൂ. അമ്മ ഇപ്പോഴല്ലേ വന്നിട്ടുള്ളൂ. സദ്യകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചോറ്, സദ്യ ഐറ്റംസ് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട വന്നു കയറി തിന്നാനിരുന്നു. എന്താ മൈ ഇങ്ങനെ അന്ന് കയറി തിന്നാനിരുന്നു. എവിടെയാ? വ്ളോഗ് ഉപേക്ഷിച്ച വ്ളോഗർ. നേരല്ല, സമയമല്ല. അവളിടാറില്ലേ, അവള് വെറുതെ ഷോർട്സ് ഇട്ട് കളിക്കൂ. പാപ്പൻ ഇരിക്കുകയാണ്. പാപ്പൻ അടുത്തുണ്ട്, പാപ്പൻ മേടിക്കണ്ട. അവിടെ അച്ഛനും സച്ചിട്ടനും ഉണ്ട്. തക്കുടൂൻ്റെ സച്ചൂട്ടൻ്റെയൊക്കെ കമ്മിറ്റിയാണ് കേട്ടോ ദേവീനഗർ. എല്ലാ വർഷവും നമ്മുടെ ഈ ഒരു കമ്മിറ്റിന്ന് പൊക്കുളങ്ങര അമ്പലത്തിലേക്കുള്ള പൂരം കൊണ്ടുപോകാറുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ വീട്ടിൽ നിന്നാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. വേറെ ഒന്നല്ല, വീട് വയ്ക്കുമ്പോൾ അവൻ്റെ ഒരു വഴിപാടോ അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ്. സാധാരണ എല്ലാ വട്ടവും ആനേനെ നമ്മുടെ പറമ്പിൽ തന്നെയാണ് കെട്ടാറുള്ളത്. പക്ഷെ പൂരം അങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകണത് ഇപ്രാവശ്യം നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ. കുർത്തങ്ങട്ട കുട്ടി ഞങ്ങൾ ഐസ്ക്രീമിനാ പോവാ. നമുക്ക് ഐസ്ക്രീമിനാ പോവാട്ടാ. കുഞ്ഞിനെ കൊണ്ടോണ്ടാ. ആരുന്നുണ്ട്? കുഞ്ഞിനോണ്ടില്ല. കുഞ്ഞിക്ക് നോ ഐസ്ക്രീം. ആ കുഞ്ഞിക്ക് നോ ഐസ്ക്രീം ഇട്ടാ. ഇപ്പൊ ഐസ്ക്രീം വേണമെങ്കിൽ അത് വാങ്ങിച്ചു തരും. അവിടെ കൊണ്ടുപോയി വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ ഇല്ല. മണ്ണിട്ട് മുഖത്ത് ഇറക്കിയ ആരാ അവരാ? വെളുപ്പിക്കേണ്ടതാണ്, വെളുപ്പിക്കേണ്ട. അയ്യോ, മുല്ലപ്പൂലാത്ത സുന്ദരി.
മുല്ലപ്പൂല്ലാത്ത സുന്ദരി. പാലട അവിടെ ഇരിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്, എടുത്ത് കുടിച്ചോ. അതുപോലെ തിടമ്പ് പൂജിക്കുന്നതും അതൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ അത് കയറി കാണും കേട്ടോ. അതിലുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആനിനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കണുണ്ട്. ഇനി വേണം നമുക്ക് തിടമ്പൊക്കെ വെച്ച് നെറ്റിപ്പട്ടൊക്കെ കെട്ടി ആളെ സുന്ദരനാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് കേട്ടോ അമ്പലം. അതുകൊണ്ട് അവിടുത്തെ പാട്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ വെള്ള വീട് കാണുന്നതാണ് പാപ്പൻ്റെ വീട്. ഇപ്പോൾ തക്കുടൂൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ആ വീട് വരാം കേട്ടോ. അതിൻ്റെ മുന്നിലാണ് പരന്തൻ്റെ കോംപ്ലക്സ്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അതൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. ആലഞ്ചേരി തമ്പ്രാക്കൾ ഇത്ര ഭംഗിയൊക്കെ ആക്കിട്ട് അവിടെ പോയിട്ട് അങ്ങനെ ഇതെന്തിനാന്ന് ചോദിച്ചപ്പോ ഞാൻ എന്താ പറയാ, അവനതിനെ വളർത്തിട്ടാവുന്നേ. അപ്പൊ ഓക്കെ സെറ്റ്. അതെ വ്ളോഗർ, ഇയാളുടെ പേരെന്താ? വ്ളോഗർ വിഷ്ണുറാം. വ്ളോഗർ വിഷ്ണുറാം. കുഞ്ഞു അങ്ങോട്ട് ചേരും കേട്ടോ. അങ്ങോട്ട് പോണാ? അതെയോ? നീ പൊക്ക നോക്കിക്കോ, അങ്ങോട്ട് പൊക്ക, അമ്മോട് പറയാ. പൊക്ക നോക്ക. ആ നോക്ക. ആ പൊക്കോ. ആരും ഇങ്ങോട്ട് വാ. അമ്മ വർത്താനം പറയാൻ എന്താ അങ്ങോട്ട് പോന്നോ?
13 ആനകളുണ്ട് കേട്ടോ പൂരത്തിന്. നേരത്തെ നിങ്ങൾ കണ്ടത് 4 ആനകളെ ഉണ്ടായിരിക്കുള്ളൂ. കാരണം നമ്മൾ പൂരം തുടങ്ങുന്നതിനെക്കാട്ടും മുന്നേ പാപ്പൻ്റെ അവിടെ നിന്ന് പിന്നെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. നമ്മുടെ ഇവിടെ 2 പൂരങ്ങൾ അടുപ്പിച്ചാണ് വരിക. അതായത് പൊക്കുളങ്ങര പൂരം, ആയിരങ്ങണി പൂരം. തലേ ദിവസം പിറ്റേ ദിവസമായിട്ടാണ് ഈ പൂരങ്ങൾ വരിക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചേച്ചി അനിയത്തിമാരാണ് കേട്ടോ അവർ. ഇവിടുത്തെ ദേവിമാർ 2 പേരും. പിന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയുണ്ടല്ലോ, ഇവരൊക്കെ ഒരു സിസ്റ്റേഴ്സാണ് കേട്ടോ. വേറെയും ദേവിമാരുണ്ട്, എനിക്ക് അവരുടെ പേര് കറക്റ്റ് അറിയില്ല. ഏതൊക്കെ അമ്പലങ്ങൾ, കരുവന്തല പൂരൊക്കെയാണെന്ന് തോന്നുന്നു. ചേച്ചിയനിയത്തിമാരായിട്ടുള്ള അമ്പലങ്ങളാണ് ഇവരൊക്കെ മൊത്തത്തിൽ. നമ്മുടെ ഈ ഒരു അമ്പലത്തിൽ 13 ആനയും ആയിരങ്ങണ്ണി പൂരത്തിന് 31 ആനകളുണ്ട് കേട്ടോ. എല്ലാ വട്ടവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം വരാറുള്ളത്. എണ്ണം കൂടിയെങ്കിലേ ഉള്ളൂ, കുറയാറില്ല തീരെ. ആളുകൾ കടന്നു പോകുന്ന വഴിയൊരുക്കി കഴിഞ്ഞ വട്ടം നമ്മൾ പൊക്കളങ്ങര പൂരത്തിൻ്റെയൊക്കെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ പൊക്കളങ്ങര അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ അമ്പലക്കുളമാണ് കേട്ടോ. ഈ അമ്പലത്തിനെ ചുറ്റിക്കൊണ്ടാണ് ഇവിടുത്തെ, ഇനി നമുക്ക് കുറേ എന്താ പറയുക പൂരത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ വരാനുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ അമ്പലത്തിൻ്റെ പ്രദക്ഷിണം അമ്പലത്തിനല്ല അമ്പലക്കുളത്തിന് പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് തിരിച്ച് അവർ പോവുള്ളൂ കേട്ടോ. പുലർച്ചെപ്പൂരാണെങ്കിലും കാണാൻ ഭയങ്കര കണ്ണിനും കുളിർമയുള്ളൊരു സംഭവമാണ്. ഇപ്രാവശ്യം പുലർച്ചെപ്പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം നിങ്ങൾക്ക് എന്തായാലും അത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ വ്ളോഗ് ആക്കിയിട്ട് ഇടാം. കാരണം അത് അങ്ങനെ കാണാനാണ് രസം. ഇതിൻ്റെ ഇടയിൽ കൂടെ കാണുമ്പോൾ അതിൻ്റെ പഞ്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ആനകളെ ഓരോ ആനകളെയും ക്രമമായി ഒരാന കടന്നു പോയതിനു ശേഷം മാത്രം ആന കടന്നു പോവുക. ഒരു കാരണവശാലും ആനകളെ കൂട്ടമായി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇപ്രാവശ്യം ഈ ഹൈവേയുടെ പണിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയതാണ്. പൊതുവെ ആൾക്കാർ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അത്യാവശ്യത്തിന് ജനങ്ങളുള്ള പോലെ തോന്നുമായിരിക്കും. പക്ഷെ ഇതിനും കൂടുതൽ ആൾക്കാർ ഉണ്ടാവാറുണ്ട് നമ്മുടെ ഈ ഒരു പൂരത്തിന്. ഈ ഒരു പൂരത്തിനെന്നല്ല, ആയിരങ്ങണ്ണി പൂരാണെങ്കിലും ഭയങ്കര അത്യാവശ്യത്തിന് ഫേമസ് ആയിട്ടുള്ള പൂരം തന്നെയാണ് കേട്ടോ ഈ ആയിരങ്ങണ്ണി പൂരൊക്കെ.
ഏകദേശം ഒരു 10-20 മിനിറ്റോളം നീണ്ടു നിന്ന വർണ്ണമഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ കാഴ്ചകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മളതൊന്നും അങ്ങനെ അധികം കാണാൻ നിന്നിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ കണ്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നുമല്ല, ചാർലി വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഞാൻ ഉച്ചയ്ക്ക് പോകുന്നതാണ്. കാലത്ത് പിള്ളേർ പഠിക്കാനിരുന്നു, പഠിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോയിട്ടാണ് പിന്നെ തക്കടൂൻ്റെ അടുത്തേക്ക് പോയത്. അപ്പോൾ നമ്മൾ ആ ഉച്ച നേരത്ത് തൊട്ടിട്ട് ചാർലിയോട് ഒറ്റയ്ക്കാണ്, ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നിട്ടുള്ളതും കൂടിയിട്ട് ഒരു ടെൻഷൻ. അപ്പം അത് കാരണം വല്ലാണ്ട് കാണാനും പിടിക്കാനൊന്നും നിന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടേക്ക് വരുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇതേപോലെ എന്താ പറയുക, തെയ്യവും കാര്യങ്ങളെല്ലാവരും നമ്മുടെ അമ്പലക്കുളത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ടാണ് പോവാറുള്ളത് കേട്ടോ.
അങ്ങനെ നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. ഇനിയും കുറേ രൂപങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ ഡ്രംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തക്കുടൂൻ്റെ സച്ചുൻ്റെ ഒക്കെ കുറേ ഡ്രമ്മും കാര്യങ്ങളൊക്കെ അവരുടെ ആ ഒരു ടീമിൻ്റെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കാൻ നിന്നില്ല. കാരണം നോക്കാൻ നിന്നിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ചാർലി അവിടെ ഒറ്റയ്ക്കാണ്. ഇന്നത്തോടു കൂടി നമ്മുടെ ഉത്സവം അവസാനിക്കുന്നില്ല. നാളെ നമ്മുടെ ആയിരങ്ങണി പോരാണ്. അതും കൂടെ കഴിഞ്ഞാലാണ് നമ്മളെ എങ്ങണ്ടിയൂർക്കാരുടെ ആ ഒരു ഉത്സവത്തിൻ്റെ വൈബ് ഈ ഒരു കൊല്ലത്തെ അവസാനിക്കുള്ളൂ കേട്ടോ. ആയിരങ്ങണി പൂരത്തിന് നമ്മൾ എല്ലാ കൊല്ലം പോണതാണ്. പക്ഷേ ഇതേപോലെ പൂരം ഒന്നും അങ്ങനെ കാണാനും അതല്ലെങ്കിൽ അവിടെ വരുന്ന ഈ കാഴ്ചകളൊന്നും കാണാനും നമ്മളങ്ങനെ അധികം നിൽക്കാറില്ല. ആയിരങ്ങണി പൂരത്തിൻ്റെ സ്പെഷ്യൽ ഞാൻ വേറൊരു സംഭവമാണ് കേട്ടോ. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അതായത് ആയിരങ്ങണി പൂരത്തിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ പുലർച്ചെപ്പൂരത്തിൻ്റെ വീഡിയോ ഞാൻ വേറെയൊക്കെ ഇട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.